ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ലോഡ് എടുത്ത് പോകുന്നു കേട്ടോ. നമുക്കിനി പോകേണ്ടത് ഇറ്റലിക്കാണ്. അപ്പോൾ നമുക്ക് ഇറ്റലിക്ക് 2 വഴിക്ക് പോകട്ടോ. സ്വിറ്റ്സർലൻഡ് വഴി പോകാം, അതുപോലെ തന്നെ നമുക്ക് ജർമ്മനി ഓസ്ട്രിയ കയറിയിട്ട് അങ്ങനെ ഇറ്റലിക്ക് പോകട്ടോ. നമുക്ക് ജർമ്മനി ഓസ്ട്രിയ കയറിയാണ് നമുക്ക് പോകേണ്ടത്. സ്വിറ്റ്സർലൻഡിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മളതിൽ പോകാനും പാടില്ല കേട്ടോ. നമ്മുടെ നാവിഗേഷൻ ചിലപ്പോൾ അതിലേക്ക് കാണിക്കും കേട്ടോ. പക്ഷേ നമ്മളത് സെറ്റ് ചെയ്ത് ഇതിലേക്ക് മാറ്റിയിടണം കേട്ടോ. സ്വിറ്റ്സർലൻഡ് വഴി പോയാൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെപ്പറേറ്റ് ടോൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കസ്റ്റംസ് പേപ്പർ കാര്യങ്ങളൊക്കെ ആവശ്യമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും അവിടേക്ക് പോകാൻ പാടില്ല. ഇതിലേ നമുക്ക് പോകുമ്പോൾ ഒരു 250-300 കിലോമീറ്റർ കൂടുതൽ വരുന്നത്. എന്നിരുന്നാലും നമ്മൾ ഇതിൽ തന്നെ പോകാൻ പറഞ്ഞേക്കണം കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വഴിയൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കമ്പനി കാശ് പിടിക്കും. ഡീസലിനൊക്കെ കത്തി നിൽക്കുന്ന വിലയാണ്. ആദ്യം ഒരു ഫുൾ ടാങ്കൊക്കെ അടിക്കാൻ പറയുന്നത്, നമുക്കിപ്പോൾ ലിറ്റർ കണക്കിനാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴി 2 പമ്പിൽ നിന്ന് നമുക്ക് ഡീസൽ അടിക്കാണ്ട്. ഫസ്റ്റിൽ നമുക്കിപ്പോൾ ഏകദേശം കുറച്ച് കിലോമീറ്റർ ഉള്ളൂ, നമുക്ക് പോയിട്ട് ഒരു 500 ലിറ്റർ അടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെയാണ് കേട്ടോ പിന്നെ അടുത്തൊരു സ്റ്റേഷനിൽ നമ്മൾ ബാക്കി അടിക്കുന്നത്. നമ്മളിപ്പോൾ ജർമ്മനിക്ക് എൻ്റർ ആയിട്ടോ. ജർമ്മനിക്ക് എൻ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടാക്കോര് ബീനിങ് കൺട്രി കൊടുക്കണം കേട്ടോ. എൻട്രിയിൽ പോവുക, ബീനിങ് കൺട്രി ഡി, ജർമ്മനി. ഓക്കെ, നമുക്ക് പോണ വഴിയിൽ ഡീസൽ അടിക്കാണ്ട് കേട്ടോ. ഇനി ഒരു 30 കിലോമീറ്റർ കൊണ്ടുള്ളൂ നമുക്ക് ഡീസൽ അടിക്കുന്ന പോയിന്റിലേക്ക്. അവിടുന്ന് ഒരു 500 ലിറ്റർ അടിച്ചിട്ട് നമുക്ക് പിന്നെ നാളെയാണ് കേട്ടോ നമുക്ക് അടുത്തൊരു സ്റ്റേഷനിൽ നിന്ന് വീണ്ടും നമുക്ക് ഒരു 500 ലിറ്റർ അടിക്കണം. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. മാറി നമ്മൾ സ്വിറ്റ്സർലൻഡ് വഴിക്ക് നമ്മൾ ഒരിക്കലും കയറാൻ പാടില്ല. അതാണ് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്.